ഹലോ മുത്തുമണികളെ അതായത് നമ്മുടെ ശ്രീലക്ഷ്മി അറയ്ക്കൽ എന്ന് പറയുന്ന പുള്ളിക്കാരത്തി സെക്ഷൽ ആയിട്ടുള്ള സംസാരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങളുടെ മുൾമുനയിൽ എത്തിയിട്ടുള്ള ഒരു പുള്ളിക്കാരത്തിയാണ്. ഇപ്പോഴും അവിവാഹിതയായി നിലനിൽക്കുന്നു എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ പുള്ളിക്കാരത്തി 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് സ്ത്രീകളിലെ ഓവുലേഷന്റെ സമയത്ത് പുള്ളിക്കാരത്തി അതിനെ വിശദീകരിക്കുന്നത് 19 വയസ്സുള്ള ഒരു പെൺകുട്ടി ഹോസ്പിറ്റലിൽ പ്രസവിച്ചു. ആ പ്രസവിച്ച കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചു. അതിനെ എല്ലാവരും എതിർത്തപ്പോഴും ശ്രീലക്ഷ്മി അതിനെ എന്തുകൊണ്ട് അംഗീകരിച്ചു അതിനെ അനുകൂലമായി സംസാരിച്ചു എന്നുള്ള ആങ്കറിന്റെ ചോദ്യത്തിനുള്ള പുള്ളിക്കാരിയുടെ ഒരു മറുപടിയാണ് രസകരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് സ്ത്രീകളിൽ ഓവുലേഷന്റെ സമയത്ത് അമിതമായ ഒരു സെക്സിനോട് ഒരു ആസക്തി ഉണ്ടാകും. ആ ഒരു ടൈമില് ആരോടും സെക്സ് ചെയ്യും. ശ്രീലക്ഷ്മിയുടെ കാഴ്ചപ്പാടിൽ അത് സത്യമായിരിക്കാം, പക്ഷെ എല്ലാ സ്ത്രീകളും അത്തരത്തിലല്ല. അതായത് മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തരാണ് മനുഷ്യര് എന്നുള്ളതാണ് കാലങ്ങളുടെ ഒരു നീക്കുപോക്കിൽ, അല്ലെങ്കിൽ കാലങ്ങൾ കടന്ന് പണ്ട് കാലങ്ങളിൽ അങ്ങനെയുള്ള കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. ആരാണ്, സഹോദരനാണോ, അച്ഛനാണോ, അങ്ങനെയുള്ള ഒരു അമ്മയാണോ എന്നൊന്നും നോക്കാതെ വീണ്ടും പുതിയ ജനറേഷന് വേണ്ടിയിട്ട് ശാരീരികമായ ലൈംഗിക ദാഹങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു മെറ്റീരിയൽ മാത്രമായി സ്ത്രീ മാറിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നിരിക്കാം. അല്ലെങ്കിൽ ഒരു മൃഗത്തിനെ നിങ്ങൾ എടുക്കുക, ആട് പ്രസവിച്ച് മുലയൂട്ടി, ആ മുലയൂട്ടൽ കഴിഞ്ഞാൽ പിന്നെ അതിനെ കുട്ടിയായിട്ട് പോലും പരിഗണിക്കില്ല. പിന്നെ ആ ആട് അഡൽട്ടായി ഒരു പുരുഷനായി കഴിഞ്ഞാൽ അതായത് ഈ അമ്മയുടെ കുഞ്ഞ് തന്നെ അഡൽട്ടായി കഴിഞ്ഞാൽ അത് പിന്നെ പുരുഷനായി, അത് പിന്നെ അമ്മയെ തന്നെ ഭോഗിച്ചിട്ട് കുട്ടികൾ ഉണ്ടാക്കുന്ന ഒരു സംവിധാനമുണ്ട്. അത് മൃഗങ്ങളിലുള്ളതാണ്. മൃഗങ്ങൾക്കാണ് അത്തരത്തിലുള്ള ഓവുലേഷന്റെ സമയത്ത് ആരായിരുന്നാലും ഇങ്ങോട്ട് വന്ന് കേറിക്കോ ഞാനിങ്ങനെ അങ്ങനെയുള്ള ഒരു സംവിധാനം ഉള്ളത്. പക്ഷെ സ്ത്രീകളില് സെക്സിന്റെ ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സെക്ഷലി ഭയങ്കര അഡിഷൻ ഉള്ളത്, അല്ലെങ്കിൽ സെക്സ് പരമായിട്ട് ഭയങ്കര വികാരം കൊണ്ട് നിറഞ്ഞവളാണ് സ്ത്രീ എന്ന് പറയാറുണ്ട്. വികാരങ്ങൾ തുളുമ്പുന്നവളാണ് സ്ത്രീ. അതേസമയം പുരുഷന് ആ ഒരു ടൈമിൽ മാത്രം തോന്നുന്ന ഒരു ആകർഷണം എന്നും പറയാറുണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ട് എനിക്ക് പറയാനായിട്ട് പറ്റൂല. ഞാനൊരു സ്ത്രീയാണ്. അപ്പൊ സ്ത്രീയുടെ ഒരു കൺസേണിൽ ഞാനൊരു കാര്യം പറയാം. പലരും പല രീതിയിലുള്ളവരായിരിക്കാം. പലരും അവർ വളർന്ന ചുറ്റുപാടിനെ അനുസരിച്ചിട്ട് അവർ കണ്ടു വളർന്ന ഒരുപാട് കാര്യങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കാം ഒരു പക്ഷെ സെക്സിനെ വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ അവരുടെ ജീവിതത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അവരുടെ ജീവിതം വരുന്നത് ആ ഒരു രീതിയിലായിരിക്കാം. അപ്പൊ അങ്ങനെ ഇപ്പൊ ശ്രീലക്ഷ്മി വളർന്നു വന്ന ഒരു ചുറ്റുപാട് എന്ന് പറയുന്നത്, ഈ സെക്സ് എന്ന് പറയുന്നത് മറച്ചു വെക്കേണ്ട ഒന്നല്ല. മനുഷ്യവികാരങ്ങളിൽ എടുത്തിങ്ങനെ പുറത്തേക്ക് ഇടേണ്ടുന്ന ഒരു സാധനം തന്നെയാണ് സെക്സ്. എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വൾഗറായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും സെക്സ്. അങ്ങനെയല്ല. സെക്സിനൊരു പവിത്രതയുണ്ട്. സ്ത്രീകളിലാണ് അതിന് ഏറ്റവും കൂടുതൽ പവിത്രതയായിട്ട് കൊണ്ടു നടക്കുന്നത് സ്ത്രീകളാണ് എന്നുള്ള കാര്യവും ഞാനിവിടെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഓവുലേഷന്റെ സമയത്ത് മാത്രമല്ല, സ്ത്രീകളില് ഏറ്റവും കൂടുതലായിട്ട് സ്നേഹവും കെയറിങ്ങും കിട്ടുന്ന ടൈമുകളില്, അല്ലെങ്കിൽ ആ വ്യക്തികളില് സെക്ഷൽ ഇംപ്രഷൻ സ്ത്രീക്ക് തോന്നും. അത് ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലത്താണ്, ഒരു ആളുമായിട്ടാണ് എങ്കിൽ മാത്രമേ ഒരു സ്ത്രീ ഫാന്റാസ്റ്റിക് ആയിട്ട് സെക്സ് ചെയ്യാൻ തയ്യാറാവുള്ളൂ. അല്ലാതെ ഇപ്പൊ ശ്രീലക്ഷ്മി പറഞ്ഞ ഒരു സെക്സ് എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ആ ഒരു ഫ്രസ്ട്രേഷൻ അങ്ങോട്ട് തീർന്നു പോവുക. ആ ഒരു എന്താണ് അതിന് പറയേണ്ടത്, ആ ഒരു തരിപ്പ് അതങ്ങ് തീർക്കുക. അതാണ് ശ്രീലക്ഷ്മി പറഞ്ഞ ഒരു സെക്സ് എന്ന് പറയുന്നത്. പക്ഷെ എന്നെ പോലുള്ള ചില സ്ത്രീകളുണ്ട്, അവര് ആ സെക്സിനെ കാണുന്നത് എന്ന് പറയുന്നത് ഭയങ്കര അമൂല്യമായിട്ടും ഭയങ്കര കെയറിങ് ആയിട്ടും ഭയങ്കര ലവബിൾ ആയിട്ടും ഒരു സെക്സിനെ കാണുന്ന ഒരു വിഭാഗം സ്ത്രീകളുണ്ട്. അത് സ്ത്രീകളിൽ മാത്രം കാണുന്നതാണ്. പുരുഷന്മാരിൽ അങ്ങനെ കാണുമോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ സ്ത്രീകളിൽ അങ്ങനെ ഒരു വിഭാഗം ആളുകളുണ്ട്. അവര് എല്ലായിടത്തും സെക്സ് വൾഗറായിട്ട് ടോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കൂല. രണ്ടാമത്, അവർക്കറിയാം എല്ലാവരും
സെക്സ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ അതിൽ എപ്പോഴും കെയറിങ് ആയിട്ട്, അതായത് ഭയങ്കര സുരക്ഷിതമായ ഒരു കംഫർട്ടബിൾ പ്ലേസിൽ നമ്മൾ നമ്മുടെ ഇണയുമായി വളരെ ഫാന്റാസ്റ്റിക് ആയിട്ട് ചെയ്യുന്ന ഒരു കായികപരമായ ഒരു കാര്യമാണ് സെക്സ് എന്ന് പറയുന്നത്. അല്ലാതെ ശ്രീലക്ഷ്മി പറയുന്നത് പോലെ എപ്പോഴെങ്കിലും ഒരു 12 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയിൽ ഉടലെടുക്കുന്നതാണ് ഹോർമോൺ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഈ ഹോർമോൺ ചേഞ്ചസിൽ നിന്നാണ് സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഇതര ലിംഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയോട് അവർക്ക് സെക്ഷൽ ഇൻട്രസ്റ്റ് തോന്നുന്നത് തന്നെ. ആ ഒരു ടൈമിലാണ് ശരിക്കും അവരുടെ സെക്ഷൽ ഫീല് പോലും ആരോടാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ചിലർക്ക് സ്ത്രീകൾക്ക് സ്ത്രീകളോട് തന്നെ സെക്ഷൽ ഇൻട്രസ്റ്റ് തോന്നാറുണ്ട്, പുരുഷന്മാർക്ക് പുരുഷന്മാരോട് തന്നെ സെക്ഷൽ ഇൻട്രസ്റ്റ് തോന്നാറുണ്ട്, ചിലർക്ക് ഇതര ലിംഗത്തിൽപ്പെട്ട ആളുകളോട് സെക്ഷൽ ഇൻട്രസ്റ്റ് തോന്നാറുണ്ട്. ഈ തോന്നൽ എന്ന് പറയുന്നത് 12 വയസ്സിലാണ് തോന്നുന്നത്. ഈ ഒരു ടൈമിൽ എന്തും ഈ ശ്രീലക്ഷ്മി പറയുന്നത് പോലെ ശ്രീലക്ഷ്മി അതിനെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് നമുക്ക് ആരോട് സെക്സ് തോന്നിയാലും ആരോടും ചെയ്യാം, അവിടെ മാനവിക മൂല്യം ഇല്ലല്ലോ. ആരോടും സെക്സ് ചെയ്യുന്നതിന് മാനവിക മൂല്യമില്ല. അത് മാത്രമല്ല, ഒരു സ്ത്രീയുടെ അഭിമാനം എന്ന് പറയുന്നത് അവളുടെ ശരീരം അവളുടെ അഭിമാനത്തിൽപ്പെട്ടതാണ്. ഈ ഒരു അഭിമാനം എന്ന് പറയുന്നത് ഒരു സെക്സിന്റെ മുന്നിൽ ഒന്നുമല്ല എന്നാണ് ശ്രീലക്ഷ്മി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. നമ്മുടെ സമൂഹത്തെ ബൂസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ അഭിമാനം നമ്മുടെ സ്വന്തമാണ് എന്നുള്ളതും അതിനെ ഭയങ്കര മൂല്യമായിട്ട് നമ്മൾ കൊണ്ടുപോവേണ്ടതാണ് എന്നുള്ളതും, സെക്സ് എന്ന് പറയുന്നത് നമ്മളെ ഇണയോടൊപ്പം നമ്മുടെ പങ്കാളിയോടൊപ്പം നമ്മളെ ഏറ്റവും കെയർ ചെയ്യാനും നമ്മളെ ഏറ്റവും സംരക്ഷിക്കാനും പറ്റുന്ന ഒരു വ്യക്തിയോടൊപ്പം മാത്രമായിരിക്കണം നമ്മൾ സെക്സ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ നമ്മുടെ തലമുറയിലോട്ട് ഇൻജക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഇപ്പൊ ശ്രീലക്ഷ്മി പറയുന്നത് പോലെയാണ് എങ്കിൽ ആ കുട്ടികൾ എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വേസ്റ്റ് ആയിട്ടായിരിക്കും അവർ ജീവിച്ചു വരിക എന്ന് പറയുന്നത്. ഇപ്പൊ ശ്രീലക്ഷ്മി ഒരു സോഷ്യൽ ഫിഗർ ആയതുകൊണ്ട് ശ്രീലക്ഷ്മിക്ക് അത്തരത്തിൽ നടക്കാൻ പറ്റുന്നില്ല. എന്താണ് അത്തരത്തിൽ നടക്കാൻ പറ്റുന്നില്ല? കാണുന്നവരോടെല്ലാം ചെയ്യുന്ന സെക്സിലൂടെ ഒരുപാട് രോഗാണുക്കളും ഒരുപാട് രോഗാവസ്ഥയും മനുഷ്യനിലേക്ക് വരും എന്നുള്ളത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഏകപത്നി വ്രതം അല്ലെങ്കിൽ ഒരാളെ കല്യാണം കഴിക്കുക എന്നുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുന്നത്. അത് ഒരുപാട് തരത്തില് ലൈംഗികമായ രോഗങ്ങളിലേക്ക് വരെ പോകുന്ന ഒരു സംവിധാനങ്ങളുണ്ട്. ഇപ്പൊ ശ്രീലക്ഷ്മി പറയുന്ന ഒരു കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ പഴയ ഒരു കാലത്തിലേക്ക് പോവുക, അതായത് ആരോട് വേണമെങ്കിലും സെക്സ് ചെയ്യുക. പിന്നെ ചിലപ്പോ ഞാൻ ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ശ്രീലക്ഷ്മി പറയുമായിരിക്കും അതിനല്ലേ സേഫ്റ്റി മെഷർ. അത്തരത്തിലൊരു സേഫ്റ്റി മെഷർ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ 10-30 വയസ്സിൽ ആ കുട്ടി പ്രസവിക്കില്ലായിരുന്നു. അപ്പൊ ആ ഒരു കാര്യങ്ങൾ നോക്കുക. പിന്നെ എല്ലാ സ്ത്രീകളും ഒരുപോലെ അല്ല. സ്ത്രീകളിൽ ഓവുലേഷൻ വരുന്ന സമയത്ത് അമിതമായ സെക്ഷൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. പക്ഷെ ആ ഇൻട്രസ്റ്റ് ഒരിക്കലും കാണുന്ന എല്ലാവരോടും തോന്നുന്ന ഒരു കാര്യമല്ല. അതുപോലെ തന്നെ നമുക്ക് സ്വന്തം അച്ഛനെ കണ്ടാൽ ആർക്കെങ്കിലും എനിക്ക് ഓവുലേഷൻ ആണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ തോന്നുന്നു, അല്ലെങ്കിൽ സഹോദരനെ കണ്ടാൽ അങ്ങനെ തോന്നുന്നു, അല്ലെങ്കിൽ ഭർത്താവിന്റെ അനിയനെ കണ്ടാൽ, ഏട്ടനെ കണ്ടാൽ, അല്ലെങ്കിൽ നാട്ടിൽ കൂടി പോകുന്ന ഒരാളിനെ കണ്ട, വഴിയിൽ കൂടി പോകുന്ന ഒരാളിനെ കണ്ട തോന്നുന്നു എനിക്ക് ഓവുലേഷൻ ആണ്, വാ ഇങ്ങോട്ട് വാ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയല്ല. സെക്സ് എന്ന് പറയുന്നത് ഭയങ്കര പ്യുവർ ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫീലാണ്, ഒരു മനുഷ്യന്റെ ഫീലാണ് സെക്സ് എന്ന് പറയുന്നത്. അത് ഏറ്റവും കെയറിങ് ആയിട്ടുള്ള ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ മാത്രമേ ഒരു സ്ത്രീക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് അവർക്ക് ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ലാതെ ഈ മൃഗങ്ങളിനെ പോലെ വന്നിരുന്ന് കുറെ ഇങ്ങനെ അതല്ല സെക്സ് എന്ന് പറയുന്നത്.